ലൈഫിൽ ആരെങ്കിലും വന്നാലോ, ആരെങ്കിലും എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായാലോ, എനിക്ക് കല്യാണം കഴിഞ്ഞാലോ, അത് ഞാൻ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ട് തരാം. അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ചോ. എൻ്റെ കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈം. സജിന ഫിറോസ് ഖാൻ സജിന, പിന്നെ പൂക്കുറ്റി റസൂൽ പൂക്കുറ്റി, നമുക്കറിയാലോ ഓസ്കറൊക്കെ കിട്ടിയിട്ടുള്ള വ്യക്തി. അപ്പം ഇതൊക്കെയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. എനിക്ക് തോന്നുന്നു കോടതിയും പോലീസ് സ്റ്റേഷനൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇവരെ കുടുംബ പ്രശ്നമല്ല ഇപ്പം സോഷ്യൽ മീഡിയയിലാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ ഈ ഒരു വിഷയം ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം സജിന ഇട്ടേക്കുന്ന ഒരു വീഡിയോയും രാവിലെ ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് സ്റ്റോറിയും പോസ്റ്റൊക്കെ ഇടുന്നു, അതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്തിട്ട് അതിനൊരു എക്സ്പ്ലനേഷനായിട്ട് വരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ചൊറിഞ്ഞ് കോണം കയറി. അതുകൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വിഷയം എടുക്കാതിരുന്നു ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരുന്നു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ കോടതിയും പോലീസ് സ്റ്റേഷനൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിലേക്ക് മാറ്റി തോന്നുന്നു. ഇപ്പോൾ രേണുസുതി, എനിക്ക് തോന്നുന്നു രേണുസുതിയുടെ ഒരു ശല്യം അവസാനിച്ചു എന്ന് തന്നെ ഞാൻ വിചാരിച്ചിരിക്കാൻ നേരത്താണ് പിന്നെ സജിന ആയിട്ട് ഇങ്ങോട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു രേണുസുതിയുടെ ഒരു ഇത് സജിന ഏറ്റെടുത്ത് തോന്നുന്നു. ഇപ്പം ഈ ഒരു സജിന ഫിറോസ്, അതുപോലെ ഈ ഒരു വിഷയം ഡെയിലി ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ സജിനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ കാണുന്നത്. അപ്പം എന്തായാലും സജിന കഴിഞ്ഞ ദിവസം രാവിലെ സജിനയുടെ അക്കൗണ്ടിൽ നിന്ന് ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ഒരു സ്റ്റോറിയും അതുപോലെ കുറച്ച് ഫോട്ടോസൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. എന്നാലും ഇനിയിപ്പോൾ ഞാൻ മാത്രമായിട്ട് ഇനി കൊടുക്കാതിരിക്കുന്നില്ല, എല്ലാവരും അത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം മോശമൊന്നുമല്ല, വലിയ മോശമായിട്ടൊന്നുമല്ല. അവർ 9 മാസം അവർ പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു മിററിനകത്ത് നിൽക്കുന്ന ഒരു സെൽഫി. ആ സെൽഫിയിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും സജിനയുടെ മോതിരമുണ്ട്, അതുപോലെ സജിനയുടെ മൊബൈലിൻ്റെ ബാക്ക് കവറുണ്ട്. സജിന തന്നെയാണ് അതിനകത്ത്, സജിനയുടെ ഫോട്ടോ തന്നെയാണ്. ഓക്കെ, ഇതിനൊക്കെ ശേഷം ഇത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് ഉടായ്പ. ഇത് എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നമ്പർ 1 ഉടായ്പായിട്ടാണ് ഇവർ വരുന്നത്. ഇവർ ചുമ്മാ ഇട്ട് കൊടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഇട്ട് കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതൊരു ചർച്ചാ വിഷയമാക്കണം, ആളുകളിൽ എത്തണം, ഞാൻ 9 മാസം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ആളുകളിൽ എത്തണമെന്നൊക്കെ ഉള്ളൊരു ധാരണയോട് ഇട്ട് കൊടുത്തു. അത് ചർച്ചയായി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഡിലീറ്റ് ചെയ്തു, അതിനൊരു മെഴുകലും കൂടെ നടത്തി. അത്രമാത്രമേ എനിക്ക് ഇതിനകത്ത് മനസ്സിലായൊരു കാര്യം കേട്ടോ. ഇനി ചിലപ്പം ഇവരറിയാവുന്ന ആളുകളൊക്കെ ചിലപ്പം ഇവരെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിച്ചെന്നിരിക്കും. അപ്പം ഒന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ആ ഒരു പോസ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇത് കണ്ടല്ലോ നിങ്ങൾ, ഇതിനകത്ത് മോതിരം കാണുന്നുണ്ടല്ലോ, സജിനയുടെ മൊബൈൽ ഫോണിൻ്റെ ബാക്ക് കവർ കാണുന്നുണ്ടല്ലോ. ഇനി ഞാൻ ഇതൊരു ഫോട്ടോയും കൂടെ കാണിക്കാം. നിങ്ങളുടെ സജിനയുടെ ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഇതേ സജിനയുടെ റിങ് കാണാം, ടാറ്റു കാണാം. അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നോ സജിനയുടെ ബോഡിയിൽ അതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സജിനയാണെന്ന് ഉറപ്പായേ. ഓക്കെ, ഇനി സജിന വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. സജിന പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനല്ല, സജിന പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല എന്നുള്ള രീതിയിലേക്കാണ് വന്നിരുന്നത് മെഴുകുന്നത്. എൻ്റെ ഫോൺ ഹാക്കായതിന് ശേഷം ഈ പറഞ്ഞിട്ടുള്ള കൂട്ടുകാരിയായിട്ടുള്ള ഷാലുവാണ് പിന്നെ അത് റിക്കവർ ചെയ്ത് തന്നത് എന്നൊക്കെ പറഞ്ഞത്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ഈ സ്റ്റോറി ഇടുന്ന എപ്പോഴാണ്, രാവിലെയാണ്. അതിനൊക്കെ ശേഷം മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഡിലീറ്റ് ചെയ്യുന്നു, പിന്നെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുന്നു, എനിക്കിപ്പം പാസ്വേഡ് കിട്ടിയെന്നൊക്കെ പറയും. എന്ത് പോടി ഈ ഹാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാലേ അത് ചുമ്മാ ഒന്ന് നമ്മൾ പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുന്ന പോലെ ഉള്ളൊരു ചുമ്മാ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സല്ല. അത് ആദ്യം മനസ്സിലാക്കുക. അത്രയും കഷ്ടപ്പെട്ട് ഹാക്ക് ചെയ്തവൻ പിന്നെ ഇത് കൊടുക്കണമെങ്കിലേ അവൻ എന്തിനായിരിക്കും ഹാക്ക് ചെയ്തത്? പിന്നെ ഈ ഹാക്ക് ചെയ്തെന്ന് പറയുന്ന സാധനത്തിൽ ഈ ഫോട്ടോ എങ്ങനെയാണ് ഇവൻ്റെ കയ്യിൽ കിട്ടുന്നത്? സജിനയുടെ ഫോണിൽ കിടക്കുന്ന, വാളത്തിൽ കിടക്കുന്ന പേഴ്സണൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവനിക്ക് എങ്ങനെ കിട്ടും? ഈ ഹാക്ക് ചെയ്തെന്ന് പറയുന്നതിൻ്റെ കയ്യിൽ എങ്ങനെ കിട്ടുന്നത്? ഹാക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് സജിന എക്സ്പ്ലനേഷൻ വീഡിയോ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അതിനുശേഷം ബാക്കി നമുക്ക് കുറച്ച് കാര്യങ്ങളോടൊക്കെ സംസാരിക്കാം. അപ്പോൾ ഇതെന്തായാലും ഉടായ്പ തന്നെയാണ്, സജിന ഇറക്കിയ നമ്പർ 1 ഉടായ്പ തന്നെയാണ്. അല്ലാതെ ഇതിനകത്ത് യാതൊരു ഡൗട്ട്സും ഇല്ല. അങ്ങനെയാണെങ്കിൽ സജിന പരാതി കൊടുക്കണം. പരാതി കൊടുത്തതിൻ്റെ റെസിപ്റ്റ് ഇൻസ്റ്റഗ്രാമിലൂടെ സ്റ്റോറിയിലൂടെ സജിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടെങ്കിലും അത് ഷെയർ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഇത് നമ്പർ 1 ഉടായ്പാണെന്നേ വിചാരിക്കൂ. ഓക്കെ, എന്തായാലും സജിനയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹലോ, എൻ്റെ കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. ഹാക്ക് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ന്യൂസ് കിട്ടിയത് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെയാണ്, പിന്നെ കൺഗ്രാജുലേഷൻ, അന്നേരം കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് എനിക്ക് ലിങ്ക് ഇട്ട് തന്നപ്പോഴാണ്
ഓരോരുത്തരുടെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ലിങ്കുകളും എല്ലാം ഇത് കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തതും ഞാൻ ഷാലുവിനെ വിളിച്ച് പാനിക്കായിട്ട് എൻ്റെ അക്കൗണ്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാലുവാണ്. അപ്പോൾ ഷാലുവിനെ ഞാൻ വിളിച്ചിട്ട് ഷാലു പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനമാണ് ഷാലു എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയാം, എനിക്ക് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, നീ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. അവൾ നോക്കിയിട്ട് അവൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവൾ എന്തൊക്കെയോ ചെയ്ത് റിക്കവർ ചെയ്ത് എടുത്തതാണിത്. എടുത്തിട്ട് ഇപ്പം കാരണം അതിനകത്ത് വന്ന പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് എന്നെ കൊല്ലാക്കൊല ചെയ്യരുത്. ഞാനിത് കേസ് വഴി തന്നെ മൂവ് ചെയ്യാം. കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള എന്നെ കുറേ അനാവശ്യമായിട്ടുള്ള ആൾക്കാരെല്ലാം എന്നെ കുറേ അനാവശ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്നെയും അദ്ദേഹത്തെയൊക്കെ വെച്ചിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സജന പറയുന്നത് റസുൽ കുറ്റി ഉണ്ടല്ലോ, ആ കുറ്റി ഏത് കുറ്റിയാണെങ്കിലും പുള്ളി ഒന്ന് പ്രതികരിക്കണം കേട്ടോ. വായിൽ പഴം വെച്ചുകൊണ്ടിരിക്കേണ്ട എന്നിട്ട് കാര്യമില്ല. കാരണം ഇത്രയും മലയാളികൾ ഇത്രയും ഇത് അറിഞ്ഞ സ്ഥിതിക്ക് സജന തന്നെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടത്, അല്ലാതെ വേറെ ആരുമല്ല. വേറെ ആരുമാണെങ്കിൽ പറയായിരുന്നു. സജിത തന്നെ സ്വന്തം ലൈഫ്, പേഴ്സണൽ കാര്യങ്ങൾ, വീട്ടിൽ വെക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ തീർക്കേണ്ട കാര്യങ്ങൾ, നിയമപരമായിട്ട് പോകേണ്ട കാര്യങ്ങൾ ഇതുവരെ നിയമപരമായിട്ട് പോയിട്ടുമില്ല. ഈ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ അടിയിൽ കുറേ എണ്ണം വന്നിട്ട് കൺഗ്രാജുലേഷൻ സജിന, കൺഗ്രാജുലേഷൻ. എന്തിനാണെന്ന് പറയുക, ഇവരെയൊക്കെ വീട്ടിലിരിക്കുന്ന പെണ്ണുമ്പിള്ളി അല്ലെങ്കിൽ കെട്ടിയവന്മാർ ഈ പറഞ്ഞിട്ടുള്ള വേറെ ആരെങ്കിലും കൂടെ നിയമപരമായിട്ടല്ലാതെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇത് തന്നെ ചെയ്യുമോ, കൺഗ്രാജുലേഷൻ കൊണ്ട് ഇടുവോ എന്നാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ട് എനിക്കതിനോട് യോജിപ്പില്ല. ഓക്കെ, അപ്പം നിയമപരമായിട്ട് ബന്ധം ഒഴിഞ്ഞിട്ടില്ല. അപ്പം പൂക്കുറ്റിയുമായിട്ടുള്ള ഫോട്ടോ, പൂക്കുറ്റിയുമായിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള സജനയ്ക്ക് റിലേഷൻഷിപ്പ്. ഓക്കെ, റിലേഷൻഷിപ്പ് ആരുമായിട്ട് പ്രായപൂർത്തിയായി ആണെങ്കിൽ ആരുമായിട്ട് വേണമെങ്കിലും ആയിക്കോ, കുഴപ്പമില്ല. പക്ഷെ അത് നിയമപരമായിട്ടൊരു ബന്ധത്തിൽ നിൽക്കുമ്പം ബന്ധം ഒഴിഞ്ഞിട്ട് വേണം ഈ മാതിരി കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ പോസ്റ്റ് ഇട്ടു എന്നൊക്കെ പറഞ്ഞു സജിനയുടെ എക്സ്പ്ലനേഷനാണ്. പിന്നെ എനിക്കിതിനകത്തൊരു ഇനിയെങ്കിലും പൂക്കുറ്റി നിങ്ങളൊന്ന് പ്രതികരിക്കണം കേട്ടോ. നിങ്ങളുടെ പേരിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ ഇങ്ങനെ കടന്ന് സോഷ്യൽ മീഡിയയിൽ കടന്ന് നിങ്ങളൊന്നെങ്കിലും ഓസ്കാർ മേടിച്ചിട്ട് ആളാണേ, ഇത്രയും മേളിൽ നിൽക്കുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം വേൾഡിൽ അറിയുന്ന മലയാളികളെ ഇടയ്ക്കും അതുപോലെ മറ്റു ആൾക്കാരെ ഇടയ്ക്കും അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നിങ്ങളെ പേരൊക്കെ ഇങ്ങനെ വലിച്ചിട്ട് ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വിഷയം നടക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? പിന്നെ സജനയുടെ കാര്യം പറയുകയാണെങ്കിൽ സജന ഈ വീഡിയോക്കകത്ത് ഞാൻ 9 ആഴ്ച പ്രഗ്നൻ്റ് ആണെന്ന് അത് നിരസിച്ചിട്ടുമില്ല, അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഉള്ളത് തന്നെ പുള്ളിക്കാരി ഇത് നാട്ടുകാർ മൊത്തം അറിയണം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് കാണിച്ചു വെച്ചിട്ടുള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ പരാതി കൊടുത്തിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സ്ലിപ്പ് എടുത്ത് പരാതി കൊടുത്തു, സൈബർ സെല്ലിൽ പരാതി കൊടുത്തു, എൻ്റെ ഫോണിൽ ചെയ്ത കോപ്രായമാണെന്നുള്ള തെളിവ് ഇൻസ്റ്റഗ്രാമിലൂടെ ഇട്ട് 4 ആളെ കാണിക്കണം എന്നാണ് എനിക്കും പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ പാസ്വേഡ് റിക്കവർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുത്തരം ആക്കിയതെന്ന് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പാസ്വേഡ് കിട്ടുന്നത്? അത്രയും പൊട്ടനാണോ ഈ പറഞ്ഞിട്ടുള്ള ആക്കറെന്ന് വെച്ചാൽ? ഇത്രയും പണിപ്പെട്ട് അവൻ ആക്കിയതിട്ട് പോയിട്ട് ഇനി ആക്കിയതെന്നിരിക്കട്ടെ, ഈ സ്വന്തം പേഴ്സണൽ വാളറ്റിൽ കിടക്കുന്ന ഈ സാധനം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവനിക്ക് കിട്ടുന്നത്? അതെന്തോ ഒരു മായാജാലമാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും മാജിക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ. എന്തായാലും ബാക്കിയും കൂടെ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഈ വിഷയം. ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതെന്താ പൊട്ടരാക്കമാണ്. അരിയാരം കഴിക്കുന്ന ആളുകളെയൊക്കെ വല്ല ബാല പറയുന്നുള്ള നമ്മളെന്താ പൊട്ടരാന്ന് പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലുള്ള ലൈഫെല്ലാം, പേഴ്സണൽ ലൈഫെല്ലാം കൊണ്ടിട്ടിട്ട് പിന്നെയും ആളുകളെ പൊട്ടനാക്കുന്നതിന് പരിധിയില്ലേ? അപ്പോൾ പ്രതികരിക്കണ്ടേ നമ്മൾ? അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതിനെ പറ്റിയിട്ട്. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ഇതുപോലുള്ള കേസുകളൊക്കെ നമുക്ക് എടുത്തിട്ട് ചർച്ച ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയും കൂടെ കേട്ടു. ഓക്കെ, ഞാൻ മാനസികാവസ്ഥ ഞാൻ അങ്ങേയറ്റം തളർന്നിരിക്കുക. ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. ഓരോ ട്രോമയിൽ നിന്ന് ഞാൻ റിക്കവറായി വരുന്നതേ ഉള്ളൂ. എന്നെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ആര് കൊല്ലാക്കൊല ചെയ്താലും ഞാൻ ജീവിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കും. ചുമ്മാ ഇതാരും ആയിക്കോട്ടെ, ഞാൻ ആരാണെന്ന് ഇപ്പം മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ നാളെ സ്റ്റേഷനിൽ പോയിട്ട് ഈ സർവീസ് സെല്ലിൽ പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എടുത്ത് ഇതാരായാലും എന്തായാലും ഞാൻ പൊക്കിയെടുത്ത് വരും. ഇതാരാണ് ഇങ്ങനെ ചെയ്തത്, എൻ്റെ ഹാക്ക് ചെയ്തത് ആരൊക്കെയാണ് ഇപ്പം എനിക്ക് എൻ്റെ സംശയങ്ങൾ ഞാൻ ആരൊക്കെയാണെന്ന് പറയുന്നില്ല. എനിക്ക് പല ആൾക്കാരെ സംശയമുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ തന്നെ എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആയിരുന്ന പല അക്കൗണ്ടുകളും ഉണ്ട്. പക്ഷെ ഇതാര് ചെയ്താലും ഞാൻ തിരിച്ച് ഉറപ്പായിട്ടും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും. അത് ഞാൻ ഫോൺ ഓഫായിപ്പോയി. അപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഥവാ എൻ്റെ ലൈഫിൽ ആരെങ്കിലും വന്നാലോ, ആരെങ്കിലും എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായാലോ, എനിക്ക് കല്യാണം കഴിഞ്ഞാലോ, അത് ഞാൻ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ട് തരാം.
അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ചോ? അല്ലാതെ ഞാനിത് ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കില്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാനായിട്ട് വായായിട്ട് വന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ വിശ്വസിക്കുക. ദയവ് ചെയ്ത് എന്നെ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുത്. പിന്നെ ഇത് ചെയ്ത ആരായാലും അത് ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അവരാരാണെന്നുള്ളത് അതിന് തക്കതായ ശിക്ഷ ഞാൻ മേടിച്ചു കൊടുത്തിരിക്കും. ഇനി എന്നെ ദ്രോഹിച്ച് കൊല്ലാൻ ഞാൻ അങ്ങനെ ജീവിച്ച് നിൽക്കത്തില്ല. അതാരായാലും അവർക്കൂടുള്ളൊരു വാണിംഗ് ഇത്. ഇനി അടുത്ത് ഈ ഫോൺ ഹാക്ക് ചെയ്ത് എൻ്റെ ഈ അക്കൗണ്ട് പോയാലും കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എന്നാലും നിയമവും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ ഇവിടെ. അയ്യോ വേണ്ട, നിങ്ങൾ കല്യാണം കഴിക്കുമോ, ആരോടെ ജീവിക്കുമോ, അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ് സജന. അതിനൊന്നും നമ്മളാരും എതിർക്കുന്നില്ല, ആരും ഒന്നും പറയുന്നില്ല. അത് നിങ്ങളെ ഫാമിലിയിൽ തീർക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നിങ്ങളെ ഫാമിലിയിൽ തീർക്കേണ്ട പ്രശ്നങ്ങളാണ്. ആരാണ് ഇതൊക്കെ പബ്ലിക്കിൽ കൊണ്ടിട്ട്? ഞാൻ നോക്കിയിട്ട് സജീന തന്നെയാണ്. ഫിറോസ് ഖാൻ എന്നത് ഇവിടെയും പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പൂക്കുറ്റിയും പറയുന്നത് കേട്ടിട്ടില്ല. പൂക്കുറ്റി ഇതൊരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല അതിനെ പറ്റിയിട്ട്. പിന്നെ ഈ പൂക്കുറ്റിയാണ് ഈ സജീനയായിട്ടുള്ള റിലേഷൻ വെച്ചിട്ട് പൂക്കുറ്റിയാണ് ഇതെടുത്ത് സോഷ്യൽ മീഡിയയിൽ സജനയുടെ അക്കൗണ്ട് വഴി ഇട്ട് രണ്ടാളൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിക്കുന്നവരടുത്ത് എനിക്ക് തോന്നത്തില്ല പൂക്കുറ്റി അങ്ങനെ ചെയ്യുമെന്ന്. കാരണം പുള്ളിയുടെ ഇമേജ് കളഞ്ഞിട്ടുള്ള പരിപാടിക്ക് പുള്ളി നിൽക്കത്തില്ല എന്നാണ്, അത്രയും തരം താഴത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും പുള്ളിക്കും ഫാമിലി ഉണ്ട്. പുള്ളിയുടെ വൈഫ് മാനസികമായിട്ട് കുറേ തളർന്നിരിക്കുന്ന അവസ്ഥയാണെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള പോലെ പിള്ളേരുണ്ട്, മക്കളുണ്ട്. അപ്പോൾ എന്തുവാടെ ഇതൊക്കെ? നിയമപരമായിട്ട് നിങ്ങൾക്കൊന്നും ഒന്നിച്ച് ജീവിക്കാൻ പോകാൻ താല്പര്യമില്ലെങ്കിൽ നിയമപരമായിട്ട് ബന്ധം ഒഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളോടൊപ്പം ജീവിക്കടേ. എന്തോന്നടേ ഇത്? ചുമ്മാ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് നിങ്ങളെ ലൈഫ് നാട്ടുകാരെ എടുത്തിട്ടിട്ട് നാട്ടുകാരെ കൊണ്ട് ഇതുപോലെ സംസാരിക്കാൻ ഇടവരുത്തുന്ന ഒരു കേസുകൾ, ഇതിലും വലിയ തീട്ട കേസ് വേറെ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് സജനടുത്ത് പറയാനുള്ളത്, ഇനി നിങ്ങൾ കല്യാണം കഴിച്ച് പോയാലോ അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള പോലെ നിങ്ങൾ പ്രസവിച്ചാലോ ഇതൊന്നും കൊണ്ട് വീഡിയോ ഇടല്ലേ ദയവ് ചെയ്ത്. റീച്ചാണ് നിങ്ങൾക്ക് ലക്ഷ്യം മുഖ്യമെങ്കിൽ നിങ്ങൾ ഇട്ടോ, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ വായ മൂടി ഇരുന്നാലെങ്കിൽ ഇതൊന്നും ഇതുള്ള പ്രശ്നമില്ലായിരുന്നു. എന്തായാലും ഈ പോസ്റ്റിൻ്റെ കാര്യം എന്തായാലും എനിക്ക് തോന്നുന്നത് ഇത് നിങ്ങളോടായ്പ കളിച്ചാണ്. അല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ട് പരാതി കൊടുക്കണം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കിത് ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു അരിയാരം കഴിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് ആക്ക് ചെയ്യുന്നു, പിന്നെ കൂട്ടുകാരി അത് റിക്കവർ ചെയ്ത് കൊടുക്കുന്നു. അല്ല പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും മണിക്കൂറായിട്ട് അത്രയും കൂട്ടുകാരിയുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരാൾ എന്തുകൊണ്ട് കൂട്ടുകാരിയെ എടുത്ത് പറഞ്ഞിട്ട് സ്റ്റോറി ഇടുന്നില്ല? എൻ്റെ അക്കൗണ്ടെല്ലാം ആക്കിയത് ഇതുപോലെ വരുന്ന സംഭവങ്ങളെല്ലാം ഞാനല്ല, ആക്കറാണ് ചെയ്യുന്നതെന്നൊന്നും സ്റ്റോറി ഇടാൻ എന്തായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അതുപോലും ചെയ്തില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം കേരളം മൊത്തം അറിഞ്ഞതിന് ശേഷം ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. പിന്നെ വന്നിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. അപ്പം പിന്നെ സിമ്പിളായല്ലോ. എന്താല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.